ലോകത്തിൽ തന്നെ പ്രസിദ്ധമായ മംഗല്യഭാഗ്യത്തിന് പേരുകേട്ട ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രം. എന്നാൽ ഇതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയെന്ന് പറയപ്പെടുന്നു. സൂര്യവംശത്തിലെ മാന്ധാത രാജാവ് ശിവനെ ധ്യാനിച്ച് ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശിവലിംഗം തനിക്ക് മരണം വരെ ആരാധിക്കാനായി നൽകണമെന്ന് അപേക്ഷിച്ചു. ആ ശിവലിംഗം കൈലാസത്തിൽ പാർവതി ദേവിയുടെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ടും മാന്ധാതാവിന് ശിവലിംഗം കൊടുത്ത് അനുഗ്രഹിച്ചു. കാര്യം ഗ്രഹിച്ച പാർവതി ദേവി കോപാകുലയാവുകയും ഭദ്രകാളി രൂപത്തെയും പരിവാരങ്ങളെയും ശിവലിംഗത്തിനായി പറഞ്ഞുവിട്ടു. മാന്ധാതാവിൻ്റെ ശിഷ്യന്മാർ ഘോര രൂപത്തെ കണ്ട് ഭയക്കുകയും 15 ദിവസത്തോളം യുദ്ധം നീണ്ടു നിൽക്കുകയും ചെയ്തു. നിസ്സഹായനായ മാന്ധാതാവ് ശിവലിംഗത്തെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആ ബലപ്രയോഗത്തിൽ ശിവലിംഗം രണ്ടായി പിളർന്നു. പിളർന്ന ഭാഗത്തു നിന്ന് ത്രിമൂർത്തികളും പാർവതി ദേവിയും പ്രത്യക്ഷപ്പെട്ടു. ഈ വിഗ്രഹം എനിക്ക് വളരെ പ്രിയപ്പെട്ടതിനായതിനാൽ ഞാൻ ഈ ജ്യോതിർലിംഗത്തിൽ തുടരുമെന്ന് പാർവതി ദേവി ആരാഞ്ഞു. ഇത്രയും പറഞ്ഞ ദേവി അപ്രത്യക്ഷയായി. ആ ശിവലിംഗം ഇരിക്കുന്ന സ്ഥലമാണ് ഇന്നത്തെ ശ്രീമൂലസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. ഇവിടെ മംഗല്യപൂജ നടത്തുന്നത് ഗണപതിക്കാണ്. നിങ്ങളുടെ അനുഭവം വീഡിയോൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്.